ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ദേവാലയങ്ങളിൽ ഒന്നാണ് ബേത്ലഹേമിലെ ദി ചർച്ച് ഓഫ് നേറ്റിവിറ്റി. AD 326 റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈനാണ് ഈ ദേവാലയം പണികഴിപ്പിച്ചത്. യേശു ജനിച്ചു എന്ന് കരുതപ്പെടുന്ന സ്ഥലത്താണ് ഈ ദേവാലയം. പല സാമ്രാജ്യങ്ങളും രാജാക്കന്മാരും ഈ ദേവാലയം കൊള്ളയിടുകയും തകർക്കുകയും പുതുക്കി പണിയുകയും ചെയ്തിട്ടുണ്ട്. ഈ ദേവാലയം ഭൂകമ്പത്തെയും തീയെയും ഒക്കെ പല പ്രാവശ്യം അതിജീവിച്ചിട്ടുണ്ട്. 2 ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ വലിപ്പമുള്ള ഈ ദേവാലയത്തിൻ്റെ വാതിലാണ് അതിൻ്റെ വലിയ പ്രത്യേകത. ചെറിയ വാതിലാണിത്. ഉയരം വെറും 4 അടി മാത്രം, വീതി 2 അടിയും. ഈ ചെറിയ വാതിലിനെ പൊതിഞ്ഞിരിക്കുന്നത് 3 വലിയ കല്ലുകളാണ്. വാതിൽ ചെറുതായി പണിയാൻ ഒരു കാരണമുണ്ട്. പടയാളികളും യാത്രക്കാരും അവരുടെ കുതിരകളുമായി ഈ ആലയത്തിലേക്ക് കയറുമായിരുന്നു. ദേവാലയത്തിലെ മാർബിൾ കല്ലുകൾ തകർന്നു പോകാതെ ആലയത്തെ സൂക്ഷിക്കുവാനായി അവർ വാതിൽ ചെറുതാക്കി. അതുമൂലം കുതിരകൾക്ക് അകത്തു പ്രവേശിക്കുവാൻ സാധ്യമല്ല. അതിലെ വരുന്ന മനുഷ്യർ പോലും തലകുനിച്ച് അകത്തു പ്രവേശിക്കും. അതിനാൽ ഈ വാതിലിന് ഒരു പേര് വന്നു, വിനയത്തിൻ്റെ വാതിൽ. ഈ വാതിൽ എല്ലാ ഇടങ്ങളിലും ആവശ്യമാണ്. എന്നാൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയാത്തതും ഈ വാതിലാണ്. ആരും വിനയപ്പെടുവാൻ ഒരുക്കമല്ല. താണ നിലത്തു മാത്രമേ നീരോടൂ എന്നു നാം കേട്ടിട്ടുണ്ട്. ദൈവിക അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ഒഴുകുവാൻ വിനയം, താഴ്മ, വിധേയത്വം എന്നിവ ആവശ്യമാണ്. ഈ ആരാധനാലയങ്ങൾ ഇന്ന് നിഗളത്തിലാണ്. എല്ലാവരും അവരുടെ പ്രൗഢിയും മികവും ശ്രേഷ്ഠതയും പ്രദർശിപ്പിക്കുവാനുള്ള ഇടങ്ങളാക്കി ആരാധനാലയങ്ങളെ മാറ്റിയിരിക്കുന്നു. അനുതാപമോ ക്ഷമയോ സ്നേഹമോ ഇല്ലാതെ സ്വന്തം അറിവുകളിൽ ചീർത്തവരായി ഒരു ചടങ്ങുപോലെ വന്നു പോകുന്നു. അവർ ദൈവത്തിൽ നിന്ന് ക്ഷമയോ ജീവനോ സമാധാനമോ പ്രാപിക്കുന്നില്ല. അവർ വിജയത്തിൻ്റെ കുതിരകളുമായി വന്ന് ദേവാലയത്തെ ചവിട്ടി മെതിക്കുന്നു. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ആരാധനയുണ്ട്. താഴ്മയുടെ, സൗമ്യതയുടെ, വിനയത്തിൻ്റെ ആരാധന. അത് അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്തുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. 2 ദിനവൃത്താന്തം 7:14. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്നു കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.